നമസ്കാരം. 2025 ജൂൺ 13 ദിനപത്രം ദിനവാർത്ത എപ്പിസോഡ് 5 ഏവർക്കും സ്വാഗതം. അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തെ കുറിച്ചുള്ള വാർത്തയിൽ ആസ്പദമാക്കി നാം ചിന്തിച്ചാൽ വിമാനത്തിൻ്റെ കേടുപാടുകൾ എന്തുകൊണ്ട് അധികൃതർ അത് മാറ്റിയില്ല? അതിൽ നേരത്തെ സഞ്ചരിച്ച ഒരു യാത്രക്കാരൻ പറഞ്ഞ വാക്ക് മലയാള മനോരമ പത്രത്തിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ഓടുന്ന വാഹനങ്ങൾ, സർക്കാർ വാഹനങ്ങൾ, KSRTC എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒന്നുകിൽ വണ്ടിയിലെ സീറ്റ് ഇളകിയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഇവിടെ ആണിയും, അല്ലെങ്കിൽ വാതിലിന് അടപ്പ് കാണുകയില്ല, അല്ലെങ്കിൽ വണ്ടിക്ക് കൺട്രോൾ ഒന്നും കാണുകയില്ല, ബെല്ല് കാണില്ല, കണ്ടക്ടർ യഥാസമയം പ്രവർത്തിക്കത്തില്ല, ബെല്ലടിക്കുമ്പോൾ ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് പോവുക, ചെയിൻ സർവീസ് എന്നും പറഞ്ഞ് പ്രൈവറ്റ് ബസ്സിൻ്റെ പുറകെ കൊരുത്തിട്ടുകൊണ്ട് പോകത്തക്ക രീതിയിൽ സർവീസുകൾ നടത്തുന്നു. ഒടുവിൽ പെർമിറ്റ് 2 വാഹനക്കാർക്കും ഒരേപോലെ, ഒടുവിൽ യാത്രക്കാർ പോലുമില്ലാതെ മത്സരിച്ച് ഓടുന്നു. വാഹനങ്ങളിലെ അപാകതകൾ ഒരുപാട്, ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗണും പ്ലേറ്റ് ഒടിയുകയും എന്തെല്ലാം പ്രശ്നങ്ങൾ സർക്കാർ വണ്ടിക്ക് ഉണ്ടാകുന്നു. പ്രൈവറ്റ് വണ്ടിയുടെ കാര്യം നമ്മൾ പറയേണ്ട, സർക്കാർ ആണല്ലോ നമുക്ക് ആ നീതി നടപ്പാക്കേണ്ടത്. അപ്പോൾ എന്നതുപോലെ ഈ അഹമ്മദാബാദിലുണ്ടായ വിമാനത്തിൽ എന്തെല്ലാം കേടുപാടുകളുണ്ടായിരുന്നു. ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴും വിമാനമായാലും ട്രെയിനായാലും ബസ്സായാലും അത് ഒന്നുകൂടി വർക്ക്ഷോപ്പിൽ കയറ്റി, അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കിനെ കൊണ്ട് വണ്ടിയുടെ കേടുപാടുകൾ പുനഃപരിശോധിക്കണം. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തങ്ങളാണ് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടാകാൻ പോകുന്നത്.